ആദ്യം ശ്രീ മോഹൻ വർഗീസ്, അമേരിക്ക താരിഫ് കൂട്ടി ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു. അതിനുള്ള മറുപടിയായി തന്നെ ഇതിനെ കാണാമല്ലോ. ഇന്ത്യക്ക് ബദൽ മാർഗങ്ങളുണ്ട്, മറ്റു വിപണികളുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്നതായി തന്നെ ഇതിനെ കാണാമല്ലോ, ഇല്ലേ? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ കരാറിനെ സമഗ്ര വ്യാപാര കരാർ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഇതിനെ അമേരിക്കയ്ക്കുള്ള മറുപടി എന്നത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയാൽ ഇന്ത്യ ഹാസ് ഓപ്ഷൻസ് എന്നതിൻ്റെ വിളംബരമായിരുന്നു ഇത്. നോക്കൂ, രണ്ട് ജനതകൾ, യൂറോപ്യൻ യൂണിയനിലെ ഏതാണ്ട് 48 കോടിയോളം വരുന്ന ജനങ്ങൾ, അത് 27 രാജ്യങ്ങളിലായി ചിതറി നിൽക്കുന്നു. ഭാരതം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, 142.5 കോടി ജനം. രണ്ടും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 2 ബില്യൺ പീപ്പിൾ, 200 കോടി ജനതയെ നേരിട്ട് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള സമഗ്രമായ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന നിലയിൽ ഇത് പ്രാധാന്യം അർഹിക്കുന്നു. കാരണം അമേരിക്കയുമായുള്ള നമ്മുടെ വ്യാപാരം ഏതാണ്ട് $120 ബില്യൺ. സമഗ്രമായി നോക്കുമ്പോൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ $130 ബില്യൺ വ്യാപാരമാണ് ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഡെക്കേഡിൻ്റെ അവസാനം, ഈ ദശകത്തിൻ്റെ അവസാനം ഏതാണ്ട് $500 ബില്യൺ ഒരു റിയലിസ്റ്റിക് പ്രൊജക്ഷൻസ് ആണ് വരുന്നത്. നോക്കൂ, ഇത് ഊതി വീർപ്പിക്കുന്ന കണക്കല്ലല്ലോ. അല്ലല്ല, ഇത് യാഥാർത്ഥ്യ ബോധമുള്ള കണക്കാണ്. കാരണം 27 രാജ്യങ്ങളുണ്ട്. അത് ജർമ്മനിയെക്കുറിച്ച് മാത്രമോ ഫ്രാൻസിനെ കുറിച്ച് മാത്രമോ ഇറ്റലിയെക്കുറിച്ച് മാത്രമോ അല്ല. ഇത് സമഗ്രമായി മൾട്ടി ലാറ്ററലിസത്തിൻ്റെ ഒരു സമയമാണിത്. ഓരോരോ രാജ്യ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ആ രാജ്യങ്ങളിൽ കിട്ടും. അതായത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കൂടും, അവിടുത്തെ ഇറക്കുമതി താരിഫ് കുറയുന്നത് വഴി 100% കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന 90% മൂല്യമുള്ള 90% കാര്യങ്ങൾക്ക് ഏതാണ്ട് നികുതിയേ ഉണ്ടാവില്ല. ഇറക്കുമതി തീരുവ, അതായത് ടാരിഫ് ഉണ്ടാവില്ല. തുച്ഛമായ ടാരിഫ്, ബാക്കി ഉള്ളതിന് തന്നെ തുച്ഛമായ ടാരിഫാണ്. അതുകൊണ്ട് നമ്മളും ഇന്ത്യയും സ്വാഭാവികമായി തിരിച്ച് ചില കൺസെഷൻസ് കൊടുക്കണം. അത് ഏതാണ്ട് യന്ത്രങ്ങളുടെ ഇറക്കുമതി, അതുപോലെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, ടെക്നോളജിയും കടന്നു വരും സ്വാഭാവികമായി. കാർ മേക്കേഴ്സ്, യൂറോപ്യൻ കാർ മേക്കേഴ്സ്, ഇപ്പം 3-4 കാർ മേക്കേഴ്സാണ് യൂറോപ്യൻ കാർ മേക്കേഴ്സ് ഇന്ത്യയിലുള്ളത്. അത് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചീപ്പർ ഒരു പ്രൊഡക്ഷൻ ബേസാണ് ഇന്ത്യയിലുള്ളത്. അതുമാത്രമല്ല, ഇന്ത്യ ഇസ് എ ഹ്യൂജ് കൺസംഷൻ ബേസ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചുവറായ ഒരു മാർക്കറ്റാണ്. ഈ രണ്ട് മാർക്കറ്റുകളുടെ സംയോജനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ മുഴുവൻ ചിന്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അമേരിക്ക ഇല്ലെങ്കിൽ കയറ്റുമതി രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് വേണം കയറ്റുമതി ചെയ്യാൻ ഡോളർ അധിഷ്ഠിത വ്യാപാരം. പക്ഷേ ഇവിടെ ഓപ്ഷൻസിനെ കുറിച്ച് ഒരു യൂറോപ്പിനെ ഒരു കൺസൈസായി എടുക്കാൻ ഇതുവരെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ ഒരു ചിന്ത ആദ്യം വരുന്നത് യൂറോപ്പിനെ കൺസൈസ് യൂണിറ്റായി എടുക്കണമെന്ന് ആദ്യം ചിന്തിച്ച് 2007 അതിനുശേഷം പല റൗണ്ടുകളിലായി നെഗോഷിയേറ്റ് ചെയ്തു. 2013 ആയപ്പോൾ ഏതാണ്ട് ചർച്ചകൾ ഉപേക്ഷിച്ച മട്ടാണ്. പിന്നീട് ഈ ഭരണകൂടം, നരേന്ദ്രമോദിയുടെ ഭരണകൂടം 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 15 മുതൽ ചർച്ചകൾക്ക് ആയം വെച്ചു. 2022 മുതൽ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും, പക്ഷേ ഇത് 2 ഡെക്കേഡ്സ് എങ്കിലും ആയിട്ടുണ്ടാവും. 2 ഡെക്കേഡ്സ്, 19 വർഷമായി ഈ പ്രോസസ്സ് തുടങ്ങി. 19ാമത്തെ വർഷമാണിത്. പക്ഷേ ഇത് പൂർണ്ണമായി കരാർ നിലവിൽ വന്നിട്ടില്ല എന്നുകൂടി ഓർക്കണമേ. നമ്മൾ തടസ്സം എന്താണുള്ളത്? അത് തടസ്സമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇത് 22 ഭാഷകളാണ് യൂറോപ്പിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നെഗോസിയേഷൻ നടന്നതും ചർച്ചകളിൽ ഒരു ധാരണയായതുമായ ആ ഒരു രേഖ ഇപ്പോൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് 22 യൂറോപ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തതിന് ശേഷം 27 രാജ്യങ്ങളുടെയും പാർലമെൻറ്റുകൾ അവതരിപ്പിച്ച് ഒരു ലെജിസ്ലേറ്റീവ് കൺകറൻസ് വേണം, ഭരണകൂടത്തിന് അനുമതി വേണം. അതിനുശേഷം മാത്രമേ ഇത് റാറ്റിഫൈ ചെയ്യൂ. ആ റാറ്റിഫിക്കേഷന് സബ്ജക്റ്റ് ടു റാറ്റിഫിക്കേഷനാണ് ഈ ധാരണയായിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി അടുത്ത വർഷം ഇതേ സമയത്ത് ഈ കരാർ നിലവിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. ഒരു 3 ഡയമെൻഷണൽ ഇഫക്റ്റാണിത്. ഇത് കേവലം ഒരു ട്രേഡ് എഗ്രിമെൻ്റ് മാത്രമല്ല, ഇതൊരു 2ാം ലെവലിലേക്ക് നോക്കുമ്പോൾ ഇതൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൂടിയാണ്. ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫൻസ് ടെക്നോളജിയുടെ ട്രാൻസ്ഫർ, വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് എന്ന് വേണ്ട ഇവിടുത്തെ ലോജിസ്റ്റിക്കൽ ബോട്ടിൽ നെക്സ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി, യൂറോപ്പ് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഇനിയും ഏറെ വളരേണ്ടതുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സൈബർ സെക്യൂരിറ്റി കാര്യങ്ങളും മാരിടൈം സെക്യൂരിറ്റി, ഇതെല്ലാം തന്നെ യൂറോപ്പ് ഇന്ത്യ ബന്ധങ്ങൾ അടുത്ത തലത്തിലേക്ക് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി പോവുകയാണ്. 3ാമത്തെ തലം എന്ന് പറയുന്നത് ജീവിത ഉപാധി ആകുന്ന ഒരു തലമാണ്. അതാണ്
ജനങ്ങൾ, അവിടെ പോയി പഠിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ, അവരുടെ യാത്ര, അവരുടെ താമസം, അവരുടെ ഫീസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ജോലി എഡ്യൂക്കേഷൻ സെക്ടറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. വൻപൻ മാറ്റങ്ങളാണ് എഡ്യൂക്കേഷൻ സെക്ടറിലെ വൻപൻ. അതാണ് മൂന്നാമത്തെ ലെവൽ. ഞാൻ പറയട്ടെ, ഇപ്പോൾ വലിയ ഫീസിൽ അങ്ങോട്ട് പോയി അവിടെ പഠിക്കുന്ന അതിലൊക്കെ കുറവുണ്ടാകും എന്നുള്ളതാണ് അല്ലേ? അതിൽ കുറവുണ്ടാകുമെന്ന് കൃത്യം പറയാനാവില്ല. അതിനുള്ള അവസരങ്ങളുടെ ബോട്ടിൽ നെക്സ് വിൽ ബി റെഡ്യൂസ്ഡ്. ബ്രിട്ടന്റെ തന്നെ ബജറ്റിന്റെ 10% ഇന്ത്യൻ വിദ്യാർത്ഥികൾ നൽകുന്നത് പണമാണ്. അവരുടെ റവന്യൂ വരുമാനത്തിന്റെ 10% ഇന്ത്യൻ നല്ല ഓവർസീസ് വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്ന് നേടുന്ന പണമാണ്. ഇതിനകത്തൊക്കെ ചില ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ധാരണകൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതൊരു സമഗ്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ സമഗ്രം എന്ന് വിളിക്കാൻ കാരണം. കേവലം ഒരു വ്യാപാര കരാറായിട്ടോ ട്രംപിന് കൊടുത്ത മറുപടി മാത്രമായിട്ടോ ഇതിനെ പരിമിതപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന് പോലും ഇതിനെ വിശേഷിപ്പിക്കും. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്നുണ്ട്. ശ്രീ സിബി സത്യൻ, പ്രതിപക്ഷത്തിന് പോലും ഇതിനെതിരെ ശബ്ദിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത് ഇന്ത്യക്ക് ഗുണകരമായ ഒന്നാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണകരമാകും, ഇന്ത്യ ഒടുവിൽ ഇതിന്റെ കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മോദിക്കെതിരെ സംസാരിക്കാം. പക്ഷേ അങ്ങനെ വരുന്നില്ലല്ലോ അല്ലേ? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈദരാബാദ് ഹൗസിൽ ഇന്ന് ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷം എതിർത്ത് പറയാൻ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇനി ട്രംപിന്റെ ഒരു റിയാക്ഷൻ വരാനുണ്ട്, അതെന്താണെന്ന് കേൾക്കാം അല്ലേ അല്പസമയത്തിനകം. മഞ്ജുഷ, ഇതിനകത്ത് ഒന്ന് രണ്ട് രസകരമായ സംഗതി എന്ന് പറയുന്നത് ലോകം എന്നൊരു പ്രത്യേക ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ദശാസന്ധിയിലെത്തിക്കുമ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അയാൾ ഈ പറഞ്ഞ ഇൻസെയിനായിട്ട് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ UN തകർക്കാൻ ശ്രമിക്കുന്നു, ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പുള്ളി ഡെൻമാർക്ക് പിടിച്ചെടുക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് ഈ ലോകം മൊത്തം താരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തി. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് US ആണ് നിലവിൽ. അപ്പോൾ ഈ മാർക്കറ്റിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റും ഈ അമേരിക്കയുടെ മാർക്കറ്റും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതിനുള്ള ഒരു എന്തോ ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്കല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് അവിടെ നിന്ന് നിലവിൽ വരുന്ന ഭീഷണിക്ക് ഒരു ബദൽ മാർഗം എന്ന നിലയ്ക്ക് നമ്മുടെ ട്രേഡിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗം തന്നെയാണിത്. നിലവിൽ ഈ ഒരു കരാർ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുന്ന ഒറ്റയാൾ ഈ ലോകത്തിനും ലോകക്രമത്തിനും ലോക സമാധാനത്തിനും മാരകമായ ഒരു ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു ഡീൽ വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിലുള്ള അറിവുകളനുസരിച്ച്, നിലവിൽ കിട്ടുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ഈ ട്രേഡ് ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് 1-2 ഏരിയകളിൽ നമുക്ക് ചില എന്താ പറയുക റെഡ് ഫ്ലാഗുകൾ കാണാതിരുന്നുണ്ട്. അതിലൊന്ന് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിൻ്റെ കുറേ ഏരിയ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 2 രാജ്യങ്ങളിലെയും, കാരണം കൃഷി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മാത്രമല്ല, അത് കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ലോക മാർക്കറ്റിലെ വിഭവങ്ങളുടെ ലഭ്യതയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ഈ യൂറോപ്പിൽ നിന്ന് വളരെ വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ 2 രാജ്യങ്ങളുടെ 2 പ്രദേശങ്ങളിലെയും കർഷകർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിത് എങ്ങനെ അഫക്റ്റ്, അവിടെ നിന്ന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറയും. അതെ, നമ്മുടെ കർഷകർക്ക് ചിലപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.